സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു ബ്ലൗസിന് എങ്ങനെയാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്യണത്, എളുപ്പത്തിൽ പൈപ്പിംഗ് ചെയ്യണമെങ്കിൽ അത് കാണിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പൈപ്പിംഗ് ചെയ്യുന്നത് എന്നുള്ള വിവരം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു 1.25 ഇഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. ഇത് ക്രോസ് പീസാണ്, വിലങ്ങൻ പീസോ നീളം പീസോ ഒന്നും പറ്റത്തില്ല. ക്രോസിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ക്രോസിൽ എങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ക്രോസിൽ 1.25 ഇഞ്ച് വീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്ത പീസാണിത്. അപ്പോൾ നമ്മൾ ജോയിൻ്റ് കൊടുക്കുന്നത് ഇങ്ങനെ ക്രോസായിട്ട് തന്നെ വെച്ചാൽ ജോയിൻ്റ് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ക്രോസായിട്ട് വെച്ച് ജോയിൻ്റ് കൊടുക്കണം. ആണോ? അപ്പോൾ ജോയിൻ്റ് എടുത്തേക്കണുണ്ടോ? എങ്ങനെ ക്രോസായിട്ട് വെച്ചാണ് നമ്മൾ ജോയിൻ്റ് കൊടുക്കണം കേട്ടോ. എങ്ങനെ ക്രോസിൽ ജോയിൻ്റ് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഷേപ്പിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം. അങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഈ തുമ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം കേട്ടോ. തുമ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ പൈപ്പിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബ്ലൗസിൻ്റെ കഴുത്തിൽ നമ്മൾ ഈ പീസ് ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ രണ്ടായിട്ട് മടക്കണം. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഈ ബ്ലൗസിൻ്റെ കഴുത്തേൽ നമ്മളിങ്ങനെ ഒരു പോയിൻ്റ് വീതിക്ക് അടിക്കുക. ഒരു പോയിൻ്റ് വീതിക്ക് നമ്മൾ അടിക്കണം കേട്ടോ. 1/4 ഇഞ്ച് വീതിക്കല്ല, ഒരു പോയിൻ്റ് വീതിക്ക് അടിക്കണം. അങ്ങനെ നമ്മളിത് മൊത്തം അടിച്ചെടുക്കണം. വളരെ ശ്രദ്ധിച്ചടിക്കണം. അങ്ങനെ നമ്മളിങ്ങനെ എത്ത അടിച്ചെടുത്തു. ഇങ്ങനെ നമ്മൾ ഒരു പോയിൻ്റ് വീതിക്ക് നമ്മൾ അടിച്ചെടുത്തു. അതിനുശേഷം നമ്മളിങ്ങനെ ഈ നഖം കൊണ്ട് നമ്മളിങ്ങനെ ആ കറക്റ്റായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ മടക്കി ഇങ്ങനെ പ്രസ് ചെയ്യണം. ഇങ്ങനെ നഖം കൊണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഈ തുമ്പുണ്ടല്ലോ, ഈ തുമ്പ് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കും. അതിനുശേഷം നമ്മളിങ്ങനെ മടക്കണം കേട്ടോ. എങ്ങനെ മടക്കണം. എന്നിട്ട് നമ്മളിതിൻ്റെ ഈ ക്രീം തുണിയുടെ സൈഡിലൂടെ
നമ്മൾ കറക്റ്റായിട്ട് വളരെ ശ്രദ്ധിച്ചടിച്ചെടുക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ ഉള്ളിലെ തുണി നമ്മളിങ്ങനെ അകത്തേക്ക് വെക്കണം. അതിന് ശേഷം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അത്തിയടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ തുണി ഇങ്ങനെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് വെക്കണം. നമ്മൾ ഒരുപാട് ദീർഘമായിട്ട് നമ്മൾ എടുക്കരുത്, കുറച്ച് എടുക്കാവുള്ളൂ. എന്നിട്ട് നമ്മളിങ്ങനെ അവസാനം നമ്മളിങ്ങനെ ഈ തുമ്പ് ആദ്യം ആരംഭത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മളതിൻ്റെ തുമ്പ് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കണം. അതിന് ശേഷം നമ്മളിങ്ങനെ അടിച്ചവസാനിപ്പിക്കണം. നമ്മുടെ പൈപ്പിംഗ് ഉണ്ടോ, നമ്മുടെ പൈപ്പിങ് അങ്ങനെയാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്യണത്. അന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ശ്രദ്ധിച്ച എല്ലാ വ്യക്തികൾക്കും കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുകയാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.